بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആദരണീയരായ പണ്ഡിത സഹോദരന്മാരെ, അബുദാബി ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രവർത്തകന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, നമ്മുടെ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കർമ്മങ്ങളെക്കുറിച്ചും കൃത്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കുക. ഈ രണ്ട് കാര്യങ്ങളിലും അതീവ ജാഗ്രത പുലർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇതൊരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കാലിക പ്രസക്തി എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനമായി നമ്മൾ ആരും തന്നെ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നവരല്ല. ലോകത്ത് ഏതെല്ലാം കോണുകളിൽ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയിട്ടുണ്ടോ
ഇസ്ലാം ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടോ അവിടങ്ങളിലൊക്കെയും തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാമിക സമൂഹം ഓരോ കാലഘട്ടങ്ങളിലും അവരുടെ യഥാർത്ഥമായ ആദർശങ്ങളിൽ നിന്ന് തെറ്റിപ്പോകുന്ന സമയങ്ങളിൽ അവരെ യഥാർത്ഥമായ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയെക്കുറിച്ചാണ് പൊതുവെ നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾ എന്ന് പറയാറുള്ളത്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനവും അതിന്റെ ഇന്നത്തെ കാലികമായ നിലക്ക് അതിന് എന്താണ് സമൂഹത്തിൽ ചെയ്യാനുള്ളത് എന്ന വിഷയവുമാണ്. ഇവിടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മളൊക്കെ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള ഈ ഇസ്ലാം ദീൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്ന ഒരു മതമായിരിക്കുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ദിക്റിനെ അഥവാ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിനെ പടച്ച തമ്പുരാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ രണ്ട് ചട്ടകൾക്കുള്ളിലായിട്ട് ഖിയാമത്ത് നാൾ വരെ വിശുദ്ധ ഖുർആൻ ഇവിടെ നിലനിൽക്കും എന്നുള്ളത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതോടൊപ്പം തന്നെ ആ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ സന്ദേശങ്ങൾ പരിപൂർണമായും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകുക കൂടി ചെയ്യുമെന്നാണ് ആ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ അഥവാ ഖിയാമത്ത് നാൾ വരുന്നത് വരെ എന്റെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ സത്യത്തിന്റെ വക്താക്കളായിക്കൊണ്ട് ഈ ഭൂമി ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലത്തിനു ശേഷം ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുമെങ്കിൽ, ഒരു വിഭാഗം ആളുകൾ പോലും ഈ സത്യത്തിന്റെ പാതയിൽ അടിയുറച്ച് നിൽക്കുന്നവരായി ഉണ്ടാകുമെങ്കിൽ, പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾക്ക് ഈ ലോകത്തിന് മുമ്പിൽ ചെയ്യാനുള്ളത് എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നൽ ഇസ്ലാമ ബദഅ ഗരീബ. ഇസ്ലാം ആരംഭിച്ചിരിക്കുന്നത് ഗരീബ, അപരിചിതമായ ഒരവസ്ഥയിലാണ്. ഇസ്ലാമിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തന ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം ആരംഭിച്ചിരുന്നത് വളരെ അപരിചിതമായ ഒരവസ്ഥയിലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ സന്ദേശം സമൂഹത്തോട് പറയുന്നത് വരെ ആ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പ്രവാചകന്റെ അംഗീകാരം ഉണ്ടായിട്ട് പോലും, പ്രവാചകനെ സ്നേഹിക്കുകയും പ്രവാചകനെ ബഹുമാനിക്കുകയും ചെയ്തിട്ട് പോലും ഈ ഇസ്ലാമിന്റെ സന്ദേശവുമായി പ്രവാചകൻ കടന്നു വന്നപ്പോൾ ലോകാധിനാഥനായിട്ടുള്ള പടച്ച തമ്പുരാന് നമസ്കരിക്കാൻ വേണ്ടി ആ കഅബയുടെ മുമ്പിൽ, ആ കഅബയുടെ ചുറ്റിലുമായി പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നത് തുടക്കത്തിൽ അങ്കുനി പരിമിതമായ ആളുകളായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതവിടെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയില്ലാത്തത് കൊണ്ടായിരുന്നില്ല, പ്രവാചകന് ആ സമൂഹത്തിൽ അംഗീകാരമില്ലാത്തത് കൊണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഇസ്ലാമിന്റെ സംസ്കാരം, ഇസ്ലാമിന്റെ സന്ദേശം പ്രവാചകൻ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അപരിചിതത്വത്തിന്റെ വേദനയും യാതനയും പ്രവാചകൻ അനുഭവിക്കേണ്ടി വരികയാണ്. പ്രവാചകൻ പറയുന്നു, ഇസ്ലാം അങ്ങനെയാണ് ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ചിട്ടുള്ള ഇസ്ലാം 23 വർഷക്കാലത്തെ പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അവസാനിച്ചു.
പടച്ച തമ്പുരാന്റെ വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് പ്രവാചകൻ അല്ലാഹുവിങ്കലേക്ക് മടങ്ങിയപ്പോഴേക്കും ലക്ഷക്കണക്കിന് അനുയായികളുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന് പന്തലിക്കാൻ മാത്രം ആദർശ ബലത്തോടൊപ്പം ആൾ ശക്തി കൂടിയുണ്ടായിരുന്ന ഒരു മതവിഭാഗമായിട്ട്, ഒരു സമൂഹമായിട്ട് പ്രവാചകന്റെ അനുചരന്മാർ മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ മാറിയിട്ടുള്ള ഒരു സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പ്രവാചകൻ പറയുന്നു, വസയഊദു അരീബ, നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നു, ഇസ്ലാം ഒരു അജയ്യ ശക്തിയായി നിലകൊള്ളുകയാണ്, ഇനി ആ ഇസ്ലാമിന് ഇതേപോലെയുള്ള ഒരവസ്ഥ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. സയഊദു അരീബ, ആ അപരിചിതത്വത്തിന്റെ അവസ്ഥയിലേക്ക് തന്നെ ഇസ്ലാം തിരിച്ചു പോകുകയും ചെയ്യും. എന്നിട്ടോ ഫതൂബാ ലിൽ ഗുറബാ, ആ സമയങ്ങളിൽ ഈ ഒരു പ്രയാസം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുന്ന, കുടുംബങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടേണ്ടി വരുന്ന, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പോലും എതിർപ്പിന്റെ കൂരമ്പുകൾ ഏൽക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും അപരിചിതത്വത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നു, അത്തരത്തിലുള്ള ആളുകൾക്കാണ് മംഗളം. പ്രവാചകന്റെ സഹാബികൾ പ്രവാചകനോട് ചോദിച്ചു, ഖാലൂ, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വമൽ ഗുറബാ, ആരാണ് ഈ അപരിചിതത്വത്തിന്റെ വേദനയും പേറിക്കൊണ്ട് നടക്കുന്ന ആളുകൾ, ആരാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലദീന യുസ്ലിഹൂന ഇൻദ ഫസാദിന്നാസ്, ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാകുന്ന സമയത്ത്, ജനങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിൽ ജീർണതകളും അബദ്ധങ്ങളും കടന്നുകൂടുന്ന സമയത്ത്, അല്ലദീന യുസ്ലിഹൂനന്നാസ്, ജനങ്ങൾക്ക് ഇസ്ലാഹി നടത്തുന്ന ആളുകൾ, ജനങ്ങൾക്ക് യഥാർത്ഥമായ മാർഗം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കുന്ന ആളുകളാണ് ഈ അപരിചിതരായിട്ടുള്ള ആളുകളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഈ ഒരു ഹദീസിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിൽ നിർവഹിക്കുവാനുള്ള ദൗത്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകൻ തന്റെ അനുയായികളിലൂടെ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള വളരെ കൃത്യമായ ഒരു തത്വമുണ്ട്. പ്രവാചകൻ എനിക്കും നിങ്ങൾക്കും നാളെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒറ്റപ്പെടാൻ വേണ്ടി നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ള ഒരു വഴിയുണ്ട്. പ്രവാചകൻ പറഞ്ഞുവല്ലോ, തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ഇതാ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുകയാണ്, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ വഴിപിഴച്ചു പോകുകയില്ല. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും. ആ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ കേടുവന്നിട്ടുള്ള ഇസ്ലാമിന്റെ ആദർശങ്ങളെ, ഇസ്ലാമിന്റെ വിശ്വാസത്തെ, ഇസ്ലാമിന്റെ ആചാരങ്ങളെ, ഇസ്ലാമിന്റെ കർമ്മങ്ങളെ നന്നാക്കിയെടുക്കുക എന്നുള്ള ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. പുതുതായി യാതൊന്നും തന്നെ നമുക്ക് പറയാനില്ല, പഴയതിൽ നിന്ന് യാതൊന്നും തന്നെ മാറ്റിയെടുക്കാൻ നമുക്കില്ല. പക്ഷേ നമ്മുടെ പഴയത് എന്ന് പറയുന്നത് വർഷങ്ങളുടെയോ നൂറ്റാണ്ടുകളുടെയോ പഴക്കമുള്ളതല്ല നമ്മുടേത്. മറിച്ച് ഈ ഇസ്ലാമിന്റെ പഴക്കം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കപ്പെട്ട ദീനിന്റെ പഴക്കം നമ്മൾ മനസ്സിലാക്കുന്നത് ആ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമായി എന്ത് നിലവിലുണ്ടോ ആ ഇസ്ലാമിനെയാണ്. ആ ഇസ്ലാമിലേക്ക് അതിനെ കേടുവരുത്തിക്കൊണ്ട് എന്തൊക്കെ കടന്നു വന്നിട്ടുണ്ടോ, അതിനെ കേടുപാടുകൾ തീർത്തുകൊണ്ട് എന്തൊക്കെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അത് ഈ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ഇസ്ലാമിക സമൂഹത്തിലേക്ക് അതിനെ രണ്ടാമത് കൊണ്ടുവരിക എന്നുള്ള ദൗത്യം മാത്രമാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കേവലം പ്രവാചകന്റെ സമൂഹത്തിന് മാത്രമുണ്ടായിട്ടുള്ള ഒരവസ്ഥയല്ല. ലോകത്ത് നൂഹ് നബി അലൈഹിസ്സലാമിൽ തുടങ്ങി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിക്കുന്ന സർവ്വ പ്രവാചകന്മാരുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആ പ്രവാചകന്മാരുടെ സമൂഹമൊക്കെ തന്നെയും ഈ പ്രവാചകന്റെ
സന്ദേശം കേട്ട് ആ പ്രവാചകന്മാർ അവരിൽ നിന്ന് പിരിഞ്ഞുപോയി. നൂറ്റാണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് അവരിലേക്ക് ഇസ്ലാഹ് ആവശ്യമായി വന്നിരുന്നു. അവർ ആ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ള ആദർശങ്ങളിൽ നിന്ന് മാറിപ്പോയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശദീകരിക്കേണ്ടതില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഹൂദ് നബി അലൈഹിസ്സലാം കടന്നു വന്നത്? ഹൂദ് നബി അലൈഹിസ്സലാമിന് ശേഷം എന്തുകൊണ്ടാണ് സാലിഹ് നബി അലൈഹിസ്സലാമിന് തന്റെ ദൗത്യവുമായി കടന്നു വരേണ്ടി വന്നത് എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണത്. ലോകത്ത് എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരിൽ നിന്ന് കൃത്യമായി ദീന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ തലമുറയും തലമുറയുടെ തലമുറയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. മാത്രമല്ല, പ്രവാചകന്മാർ നിലനിൽക്കുന്ന സമൂഹം പോലും, പ്രവാചകന്മാരോട് കൂടെ ജീവിച്ചിരുന്ന സമൂഹങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ജീവിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തിട്ടുള്ള മുഅ്ജിസത്തുകൾ നേർക്കുനേരെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, മൂസാ നബിയുടെ അനുയായികൾ എന്ന നിലക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ നേർക്കുനേരെ അനുഭവിച്ചിട്ടുള്ള ആളുകൾ, ആ സമൂഹം നൈൽ നദി കടന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോടൊപ്പം ജീവിക്കുന്ന സമയത്ത് കേവലം 40 ദിവസം മൂസാ നബി ആ സമൂഹത്തിൽ നിന്നൊന്ന് വിട്ടുനിന്നപ്പോൾ, തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും തങ്ങള് ഏതൊരാദർശം വിട്ടേച്ചുകൊണ്ടാണോ പോകുന്നത്, തങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോടൊപ്പം കടന്നു വന്നിട്ടുള്ള ആ സമൂഹം കേവലം 40 ദിവസം കൊണ്ട് വഴിതെറ്റിപ്പോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്തിനാണ് ഈ ചരിത്രം പറയുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നു എന്ന് പഠിപ്പിക്കുക മാത്രമല്ല, അതോടൊപ്പം ഇത്തരത്തിലുള്ള അവസ്ഥ ഏതൊരു സമൂഹത്തിലും ഉണ്ടാകുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രവാചകനെ നമ്മൾ നേർക്കുനേരെ കണ്ടിട്ടില്ല, പ്രവാചകന്റെ മുഅ്ജിസത്തുകൾ നമ്മൾ നേർക്കുനേരെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളല്ല, വിശുദ്ധ ഖുർആനിന്റെ അവതരണ വേളയിൽ പ്രവാചകനോടൊപ്പം ജീവിച്ചിട്ടുള്ള ആളുകളല്ല നമ്മൾ. എങ്കിൽ മൂസാ നബിയിൽ നിന്ന് നേർക്കുനേരെ ഈ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ പിഴച്ചു പോയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ സമൂഹത്തിലും ഇതേപോലെയുള്ള കേടുപാടുകൾ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ടതില്ല എന്ന് ചുരുക്കം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന നമ്മുടെ കേരളക്കരയും ഈ ഒരു കാര്യത്തിൽ ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലോകത്ത് മുഴുവൻ ജനസമൂഹങ്ങളിലും ഉണ്ടാകുന്ന ഒരു സംവിധാനം, പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അതിന് അപവാദമായി നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നില്ല കേരളക്കരയും. കേരളത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം ഏറ്റവും കൃത്യമായ രീതിയിൽ നൽകപ്പെടുകയും ആ ഒരു സന്ദേശം അനുസരിച്ചുകൊണ്ട് വാർത്തെടുക്കപ്പെട്ട ഒരു സമൂഹം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ സമൂഹത്തിലേക്ക് പതിയെ പതിയെ ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. കാര്യങ്ങളുണ്ടായി എന്ന് മാത്രമല്ല, എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് കേരളത്തിലെ മുസ്ലിങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അവിടെയും ഇവിടെയുമായിക്കൊണ്ട് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു സംഘടിത സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ഇസ്ലാഹായിരുന്നില്ല കേരളത്തിൽ നടന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 19-ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് അവസാന ഭാഗങ്ങളിലാണ് കേരളത്തിൽ ഈ രീതിയിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ തുടക്കമുണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മക്തി തങ്ങളുടെയും അതേപോലെ തന്നെ ഹമദാനി തങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ അതിശക്തമായ നിലക്കുള്ള ഒരു ഇസ്ലാഹി മുന്നേറ്റം കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ആളുകളിലേക്ക് മക്തി തങ്ങളെ പോലെയുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ യഥാർത്ഥമായ ഇസ്ലാം കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ വികലമായ ആശയങ്ങളിലേക്ക് മുസ്ലിം ജനസാമാന്യത്തെ കൊണ്ടുവരാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ക്രൈസ്തവ മിഷനറിമാർ അവരുടെ പ്രബോധന പ്രവർത്തന രംഗത്തിന് കേരളം പോലെയുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുക കൂടി ചെയ്തപ്പോൾ, അല്ല, ഇസ്ലാമിന് ഇന്ന് ഈ സമൂഹത്തിൽ കാണാത്ത കൃത്യമായ ഒരു രൂപമുണ്ട്, ഇസ്ലാമിന് അതിൻ്റെതായ കൃത്യമായിട്ടുള്ള ഒരു ആദർശമുണ്ട് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമായിരുന്നു അത്തരത്തിലുള്ള പണ്ഡിതന്മാർ സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും ആദർശപരമായ
പരമായിട്ടുള്ള സംഘടനകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് യഥാർത്ഥമായ ഇസ്ലാമിന്റെ സന്ദേശം ഇന്നതാണ് എന്നും ക്രൈസ്തവ വിശ്വാസം ഇന്നതാണ് എന്നും ആ വിശ്വാസത്തിന് ഒരിക്കലും തന്നെ മനുഷ്യരുടെ മനസ്സുകളിൽ കൃത്യമായ സമാധാനവും ശാന്തിയും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുമുള്ള കാര്യങ്ങൾ മക്തി തങ്ങളുടെ നാവുകളിലൂടെ കേരളത്തിന്റെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും അലയടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എതിർപ്പുകൾ ഉണ്ടാകുന്നു. മക്തി തങ്ങളെ പല രീതിയിലും പ്രയാസപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അത് വകവെക്കാതെ അദ്ദേഹം മുന്നോട്ട് പോകുകയാണ്. പക്ഷേ യഥാർത്ഥമായി ഇസ്ലാം എന്ത് എന്ന് പറയുമ്പോൾ, ഇസ്ലാമിന്റെ യഥാർത്ഥമായ ഏകദൈവ വിശ്വാസം എന്ത് എന്ന് പറയുമ്പോൾ, ഇസ്ലാമിന്റെ യഥാർത്ഥമായ കർമ്മങ്ങളും ആചാരങ്ങളും എന്ത് എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായിട്ടും ഇസ്ലാമിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അതിനെ വിമർശിക്കേണ്ടി വരിക സ്വാഭാവികമാണ്. വെളിച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ ഇരുട്ടിനെക്കുറിച്ച് പറയാതെ വയ്യ, രാത്രിയെക്കുറിച്ച് പറയുമ്പോൾ പകലിനെ കുറിച്ച് പറയാതെ വയ്യ, നന്മയെക്കുറിച്ച് പറയുമ്പോൾ തിന്മയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടിട്ടുള്ള വലിയ ഒരു വിഭാഗം ആളുകൾ ഇതേപോലെയുള്ള ഇസ്ലാഹി പ്രവർത്തകർക്ക് എതിരായിത്തീരുന്ന ഒരു രംഗമുണ്ടാവുകയാണ്. കാരണം ക്രൈസ്തവരായ സഹോദരങ്ങളോട് നിങ്ങൾ ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആ ഈസാ നബിയെ പോലും സൃഷ്ടിച്ചിട്ടുള്ള പടച്ച തമ്പുരാനെയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്നവൻ മുശ്രിക്കും മറിയം ബീവിയെ രക്ഷിക്കണേ എന്ന് പറയുന്നവൻ മുസ്ലിമുമാണ് എന്ന് പറയാവുന്ന ഒരു വർഗീയത ഇസ്ലാമിലില്ല എന്ന് അത്തരത്തിലുള്ള ആളുകൾക്ക് പറയേണ്ടി വരികയാണ്. അതിന്റെ പ്രതിഫലനം എന്ന നിലക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങൾ കേരളത്തിലുള്ള പുരോഹിതന്മാരിൽ നിന്ന് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർക്കുണ്ടാവുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കാഫിറാണ് എന്നിവരെ, ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നിവരെ, ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ കുഫറിന്റെ ഫത്വ വരെ അത്തരത്തിലുള്ള പണ്ഡിതന്മാർക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനത്തിൽ ഒട്ടും തന്നെ തളരാതെ അവർ മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ ഈ വ്യക്തി തങ്ങളെയും ഹമദാനി തങ്ങളെയും പോലെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ KM മൗലവി വക്കം മൗലവിയുടെ കാലഘട്ടം എത്തുന്നതോടുകൂടി ഒന്നുകൂടി വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തിലേക്ക് നീങ്ങുകയാണ്. ഈ മൂന്നാളുകളുടെയും പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ് കേരളത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെടുന്ന മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിന്റെ സംഘടിത സംവിധാനത്തിന്റെ തുടക്കമെന്ന് പറയുന്നത് ഈ ആളുകളുടെ നവോത്ഥാന പ്രവർത്തനങ്ങളായിരുന്നു. അങ്ങനെ ഈ മുസ്ലിം ഐക്യസംഘം കേരളത്തിന്റെ മുക്കുമൂലകളിൽ കടന്നു ചെന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ഉണ്ടാകേണ്ട ഐക്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ മുസ്ലിം സമൂഹം കാത്തുസൂക്ഷിക്കേണ്ടതായിട്ടുള്ള അവരുടെ ഇസ്സത്തിനെ കുറിച്ചുമൊക്കെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്നത് കേരളത്തിൽ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ സ്വീകരിച്ചിരുന്നത് കൊല്ലങ്ങളിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടത്തുന്ന സമ്മേളനങ്ങളായിരുന്നു. ഓരോ വർഷവും നടത്തുന്ന വാർഷിക യോഗങ്ങളായിരുന്നു. അത്തരത്തിലുള്ള രണ്ടാമത്തെ വാർഷിക യോഗത്തിലാണ് കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് മതപരമായ രംഗത്ത് നേതൃത്വം നൽകുന്ന ഒരു വ്യവസ്ഥാപിതമായ സംഘടന ആവശ്യമുണ്ട് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മതപരമായി ആദ്യത്തെ സംഘടന കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത് 1922 ഐക്യസംഘം രൂപീകരിക്കപ്പെടുകയും 1924 ആദ്യത്തെ കേരളത്തിലെ പണ്ഡിത സംഘടനയായ കേരള ജമിയത്തുൽ ഉലമ രൂപപ്പെട്ടു വരികയാണ്. കേരള ജമിയത്തുൽ ഉലമയിലുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റെടുത്തിരുന്ന ഏറ്റവും മുഖ്യമായ ദൗത്യമെന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന, മുസ്ലിം സമൂഹത്തിൽ വളരെ പ്രചാരം നേടിയിട്ടുള്ള ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ തങ്ങളുടെ ജീവിതത്തിന് തടസ്സമായി തീരുമെന്നും ഈ സമൂഹത്തിന്റെ മുതുകുകളിൽ തങ്ങൾ കയറ്റിവെച്ചിട്ടുള്ള പല തങ്ങളെ കെട്ടുകളെയും പൊട്ടിച്ചെറിയുമെന്നും മനസ്സിലാക്കിയിട്ടുള്ള പൗരോഹിത്യം ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർക്കുകയാണ്. അങ്ങനെ അവസാനം ആദ്യമായി കേരളത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു സംഘടനയിൽ നിന്ന് 1926 കോഴിക്കോട്ട് വെച്ച് ഈ സംഘടനയ്ക്ക് ബദലായിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സംഘടന കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ്.
കേരള ജമിയത്തുൽ ഉലമ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സമൂഹത്തിന് മുമ്പിലേക്ക് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാവുകയും എതിർത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ സ്വന്തമായി ഇതിൽ നിന്ന് പിരിഞ്ഞുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ആര് ഇതിൽ നിന്ന് പിരിഞ്ഞുപോയി എന്നുള്ളതോ ആരിതിലേക്ക് കടന്നു വന്നു എന്നുള്ളതോ ആ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം വിഷയമായിരുന്നില്ല. തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്താണോ ആ ദൗത്യവുമായി അചഞ്ചലമായി മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു ആ ആളുകളുടെ തീരുമാനം. അതിന്റെ ഫലമായി ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ ആ പണ്ഡിതന്മാർക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രബോധന പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുവാൻ കേരളം ഒരു പണ്ഡിത സംഘടന കൊണ്ട് മാത്രം സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും തദടിസ്ഥാനത്തിലാണ് പൊതുജനങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം നൽകാവുന്ന രീതിയിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ ഒരു സംഘടന ഇസ്ലാമിക പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തന രംഗത്ത് കടന്നു വരാവുന്ന രീതിയിലുള്ള ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നത് ഏതാണ്ട് 1950-കളോടുകൂടി. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സമ്പൂർണമായിട്ടുള്ള ഒരു ഐക്യരൂപം എന്ന് പറയുന്നത് ഈ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ രൂപീകരണത്തോടുകൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതേസമയം ഈ 1920-കളിൽ ഈ പണ്ഡിതന്മാർ തങ്ങളുടെ ഇസ്ലാഹി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്നുള്ളതുകൂടി സ്വാഭാവികമായും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ പണ്ഡിതന്മാർ തങ്ങളുടെ ദഅവ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സമയത്ത് കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ രംഗങ്ങളിലും വളരെ ശോചനീയമായ ഒരവസ്ഥയായിരുന്നു ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിരുന്നത്. വിശ്വാസ രംഗങ്ങളിലാകട്ടെ, കർമ്മരംഗങ്ങളിലാകട്ടെ, ആചാര വിഷയങ്ങളിലാകട്ടെ, എവിടങ്ങളിലായാലും വളരെ ശോചനീയമായ ഒരവസ്ഥയായിരുന്നു ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിരുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തുള്ള ഏതൊരാദർശത്തെയും വെല്ലാൻ മാത്രം വ്യക്തമായിട്ടുള്ള ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരാദർശത്തിന്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ. എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസരംഗം രൂപപ്പെട്ടു വന്നിരുന്നത് ഖബറുകളുടെയും അതേപോലെ തന്നെ മക്ബറകളുടെയും മഖാമുകളുടെയും അതേപോലെ തന്നെ അവർ വഴിയാക്കന്മാരാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏതാനും ചില ആളുകളെയും ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഒരു വിശ്വാസരംഗമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പടച്ച തമ്പുരാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന് പകരം അല്ലാഹുവല്ലാത്ത മുഴുവൻ മരിച്ചുപോയ മഹാന്മാരോടും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്ലാമിക സമൂഹം കടന്നു വന്നു. നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ ആ സമൂഹത്തിന് ബാധകമായിരുന്നില്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം വിളിച്ചു പ്രാർത്ഥിക്കാൻ വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തിരം നൽകും ഞാൻ എന്നോവർ എന്ന് പറഞ്ഞതായി അവർ മനസ്സിലാക്കിയിട്ടുള്ള വൈഹിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു അവർ. അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനോട് പോലും വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആരാധനാ രംഗങ്ങളുടെ ഏത് വിഷയങ്ങളെടുത്താലും പ്രാർത്ഥനയുടെ വിഷയം മാത്രമല്ല, നമസ്കാരത്തിന്റെ കാര്യമെന്ന് പറയുന്നത് കേവലം ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന ഒരു നമസ്കാരവും അത് കഴിഞ്ഞാൽ റമളാൻ മാസത്തിൽ പ്രത്യേകമായി നടത്തപ്പെടുന്ന ഒരു നമസ്കാരവും എന്നതിലുപരി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഈ സമൂഹത്തിന് കൃത്യമായ ഒരു ബോധമുണ്ടായിരുന്നില്ല. നോമ്പിന്റെ കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും പറയേണ്ടതില്ലാത്ത വിധമായിരുന്നു ഈ സമൂഹത്തിന്റെ അവസ്ഥ. നോമ്പെടുക്കുക എന്ന് പറയുന്നത് പള്ളിയിലുള്ള മുല്ലാക്കയും ഇമാമും അതേപോലെ തന്നെ അവരെ ചുറ്റിപ്പറ്റി കഴിഞ്ഞുകൂടുന്ന ഏതാനും ചില ആളുകൾക്ക് മാത്രം ചെയ്യേണ്ട ഒരു കർമ്മമായിരുന്നു. അതേപോലെ തന്നെ സക്കാത്ത് എന്ന് പറയുന്നത് വിശുദ്ധ റമളാനിന്റെ 27 രാവുകളിൽ തങ്ങളുടെ വീട്ടുപടിക്കലേക്ക് കടന്നു വരുന്ന ആളുകളുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഏതാനും ചില ചില്ലറ നാണയങ്ങളിലൂടെയായിരുന്നു ഈ സമൂഹം സക്കാത്ത് എന്ന ബാധ്യത നിർവഹിച്ചിരുന്നത്. ഹജ്ജിന്റെ കാര്യമോ ഏതാണ്ട്
പ്രായമായി മരണത്തോടടുക്കുന്ന സമയത്ത് മാത്രം ചെയ്യേണ്ട ഒരു കർമ്മമായിട്ടായിരുന്നു സമൂഹം അതിനെ മനസ്സിലാക്കിയിരുന്നത്. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും വളരെ മോശമായ ഒരവസ്ഥയിലായിരുന്നു സമൂഹം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് കൃത്യമായി പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ അവർ പരിശ്രമിച്ചിരുന്നില്ല. പ്രവാചകന്റെ സുന്നത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനെ പോലും വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടായിരുന്നു സമൂഹം കണ്ടിരുന്നത്. തങ്ങൾ ദിവസവും 17 തവണ പ്രാർത്ഥിക്കേണ്ട, 17 തവണ ആവർത്തിച്ചുരുവിടേണ്ട സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ ഒരു മുസ്ലിമിന് സുന്നത്ത് പോലുമില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു അത്. മാത്രമല്ല, ചാലിലകത്തിനെ പോലെയുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിൻ ജനങ്ങളിലേക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി വാഴക്കാട് വെച്ചുകൊണ്ട് ഒരു ഖുർആൻ പഠന ക്ലാസ് തുടങ്ങിയപ്പോൾ ഇതാ ഖിയാമത്ത് നാളിന്റെ അലാമത്തെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് MCCയെ പോലെയുള്ള ആളുകളെ ആ വാഴക്കാട്ടിന്റെ മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ച ആളുകളായിരുന്നു പൗരോഹിത്യം. അദ്ദേഹം ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ടു ഒരു ബോർഡിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എഴുതിയിട്ടു ആ സമൂഹത്തെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പുരോഹിതന്മാർ വിളിച്ചു കൂവാൻ തുടങ്ങി, ഇതാ ഖിയാമത്ത് നാളിന്റെ അടയാളം എത്തിയിരിക്കുന്നു. എന്താണ് കാര്യമെന്നറിയുമോ? മുത്തുനബി നമ്മോട് പറഞ്ഞിട്ടില്ലേ ഖിയാമത്ത് നാളായാൽ വിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടുമെന്ന്? ഇതാ വാഴക്കാട്ട് ഏതാണ്ട് ഖുർആൻ ഒരാളും കയ്യും ഉയരത്തിൽ ഉയർന്നിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങി, ബോർഡിൽ എഴുതുന്നതിനെ പരിഹസിച്ചുകൊണ്ട്. അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന ചർച്ച എന്താണെന്നറിയുമോ? ബോർഡിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എഴുതിയാൽ അത് മായ്ക്കുന്ന സമയത്ത് താഴേക്ക് ചാടുന്ന പൊടിയുണ്ടല്ലോ, അതിൽ ചവിട്ടിയാൽ ഖുർആനിൽ ചവിട്ടിയ കുറ്റമായിരിക്കുമോ ഇല്ലേ എന്നുള്ള ചർച്ചയായിരുന്നു ആ സമൂഹത്തിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് അല്പം കൂടി മുന്നോട്ട് വന്ന് ഈ സമൂഹത്തെ മതപരമായി പരിഷ്കരിച്ചെടുക്കുവാനുള്ള മാർഗം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് മതപരമായ വിജ്ഞാനം നൽകുകയാണ്. അതിന് അന്ന് നിലവിലുള്ള ഓത്തുപള്ളി സംവിധാനം പര്യാപ്തമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അല്പം കൂടി ശാസ്ത്രീയമായ മദ്രസാ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് വന്നു. ആളുകളോട് കുട്ടികളെ മദ്രസയിലേക്ക് അയക്കണമെന്നും മദ്രസയിലുള്ള പാഠ്യപദ്ധതി അനുസരിച്ച് കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞു. പക്ഷേ അവിടെയും പരിഹാസവുമായി പണ്ഡിതന്മാർ കടന്നു വന്നു. അവർ പറഞ്ഞു, ഈ മദ്രസയിൽ നടക്കുന്നത് വല്ലാത്ത ഒരു അദബുകേട് തന്നെയാണ്. എന്താണ് കാര്യം? ഉസ്താദ് നിൽക്കുകയും കുട്ടികൾ ഇരിക്കുകയും ചെയ്യുക, അത് അദബില്ലാത്ത പരിപാടിയാണ്, അത് നമ്മുടെ സമൂഹത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, മദ്രസയെ അതിശക്തമായി എതിർത്തുകൊണ്ട് കവലകൾ തോറും പാടി നടന്നിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, മദ്രസത്തുൽ ലാ തജ്അലിൽ ബാനീന മദ്രസബയിൽ യതഅല്ലമൂന. അറിവാള നബിനു തീമിയ മുൻകാലം ലലാലത്തിന്റെ വിത്ത് പാകിയ കോലം. മദ്രസത്തിന്റെ അവ്വലിലെ ജഹന്നമിന്റെ ആഖിറിലെ മീമ. മദ്രസത്തിന്റെ അവലും മദ്രസയുടെ ആഖിറും ജഹന്നമ. മദ്രസ എന്ന് പറയുന്ന സംവിധാനം അത് ലലാലത്തിലേക്കുള്ള വഴിയാണ് എന്നും മദ്രസയുടെ തുടക്കത്തിലുള്ള മീമും ജഹന്നമിന്റെ അവസാനത്തിലെ മീമുമെന്നാണ്, അതുകൊണ്ട് മദ്രസയിലേക്കുള്ള പോക്ക് നരകത്തിലേക്കുള്ള പോക്കാണ് എന്ന് ഈ സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാഹി പ്രസ്ഥാനം ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിൽ അവരവർക്കുള്ള മദ്രസയുടെ പേര് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ 1920കളുടെയും 30കളുടെയും ഇടയിൽ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ കോളറ അതിശക്തമായ നിലക്ക് പിടിപെട്ടപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് കുട്ടികൾ അനാഥരായി. ഈ അനാഥരായ ആളുകളെ ഏറ്റെടുക്കാനുള്ള സംവിധാനം എന്ത്? ബുദ്ധിശാലികളായ പണ്ഡിതന്മാർ ആലോചിക്കുകയും അങ്ങനെ ആദ്യമായി യതീംഖാന എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ടാക്കി. തിരൂരങ്ങാടിയിൽ ആദ്യമായി കേരളത്തിലുള്ള ഒരു യതീംഖാന ഉയർന്നു വന്നപ്പോൾ അന്ന് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള പതി അബ്ദുൽ ഖാദർ മൗലവി ഉപയോഗിച്ചുകൊണ്ട് ആ യതീംഖാനയുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ 3 സലാത്ത് ചൊല്ലുക, ഈ യതീംഖാന തകർന്നു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിത ഈ സാധാരണ ജനങ്ങളെ കൊണ്ട് സലാത്ത് ചൊല്ലിത്തിരുന്ന സമൂഹം. യതീംഖാനയല്ല ഇവർ നടത്തുന്നത്, യതീമുൻ ഖാനഹു, ഇവർ യതീമിനെ വഞ്ചിക്കുകയാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ. അങ്ങനെ ഏത് രംഗങ്ങൾ എടുത്തു നോക്കിയാലും, ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യമോ, വിദ്യാഭ്യാസ രംഗത്ത് ഇംഗ്ലീഷ് അത് നരകത്തിലെ ഭാഷയാണ്, അത് പഠിക്കാൻ പാടില്ല.
ശുദ്ധമായ മലയാളമോ അത് പഠിക്കാൻ പാടില്ല, അത് ആര്യന്മാരുടെ എഴുത്താണ്. എന്നിട്ട് എന്താണ് പറഞ്ഞിരുന്നത്? ശുദ്ധ മലയാളത്തിൽ പഴക്കം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ലോയേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന സമൂഹത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ മലയാളം? പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, എത്ര കുഞ്ഞനുട്ടികളാണ് ഇക്കഴിഞ്ഞ ഇടംതട്ടിക്കലിൽ ജഗം കൊണ്ടത് എന്നൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലുള്ള മലയാളം. എത്ര കുട്ടികളാണ് ഇക്കഴിഞ്ഞ പരീക്ഷയിൽ ജയിച്ചത് എന്ന ശുദ്ധ മലയാളം പറയാൻ പാടില്ല, പിന്നെ എന്തു പറയണം? എത്ര കുഞ്ഞനുട്ടികളാണ് ഇക്കഴിഞ്ഞ ജഗംതട്ടിക്കലിൽ ജഗം പൂണ്ടത് എന്ന്, ഇടംതട്ടിക്കലിൽ ജഗം പൂണ്ടത് എന്ന് പറയണം എന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹം. ശുദ്ധ മലയാളം പറയാൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൈയെഴുത്ത് പഠിക്കൽ തന്നെ ഹറാമാണ്. സ്ത്രീകൾക്ക് മക്രൂഹാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകം ഹറാമാണ് എന്ന് ഫത്വ ഇറക്കിയിട്ടുള്ള ആളുകൾ. സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു ശരിയല്ല, അവരെ പഠിക്കേണ്ടതുണ്ട്. അവർക്ക് ദീനീയ വിജ്ഞാനം നേടാനും ഭൗതികമായ വിജ്ഞാനം നേടാനും അവർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു അനിഷ്ട സംഭവത്തെ പോലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മേൽ ചാർത്താൻ വേണ്ടിയായിരുന്നു അന്നത്തെ പണ്ഡിതന്മാർ പരിശ്രമിച്ചത്. കോഴിക്കോട്ടിനടുത്തുള്ള ഒരു പ്രദേശത്ത് രവി എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സുഹൃത്തുമായിട്ട് സുലൈഖ എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്നേഹത്തിലാവുകയും അവസാനം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രവിയാൽ ആ സുലൈഖ കുത്തി കൊലപ്പെടുത്തപ്പെടുകയും ചെയ്യുകയാണ്. ആ അവസ്ഥയെ പുരോഹിതന്മാർ ഉപയോഗപ്പെടുത്തിയത് ഇസ്ലാഹി പ്രസ്ഥാനത്തെ വിമർശിക്കാൻ വേണ്ടിയായിരുന്നു. അവർ നാട് നീളെ പാടി നടന്നു, നമ്മുടെ സുലൈഖ രവിക്ക് പ്രേമലേഖനം എഴുതിയത് മലയാളം പഠിച്ചത് കൊണ്ടാണ്, മലയാളം പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ. അതേപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തലയിൽ മുടിവെച്ചുകൊണ്ട് നടക്കുവാനുള്ള അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ ഏത് രംഗങ്ങളിലായാലും യഥാർത്ഥമായ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു ഈ സമൂഹത്തിലുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ചെയ്യാനുള്ളത്. 1920കളിലും 1930കളിലുമൊക്കെ ആ രീതിയിലുള്ള അവസ്ഥയൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കേരളം ഒരുപാട് മാറിയില്ലേ? മദ്രസ ഉണ്ടാക്കേണ്ടതില്ല, മദ്രസ നരകമാണ് എന്ന് പറഞ്ഞ ആളുകൾക്കാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസയുള്ളത്. യതീംഖാന തെറ്റാണ് എന്ന് പറഞ്ഞ ആളുകൾക്കാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യതീംഖാനയുള്ളത്. സ്ത്രീകളെ വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഇന്ന് വനിതാ കോളേജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാനുള്ളത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുജാഹിദ് ഇസ്ലാഹി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പരമമായ ദൗത്യമെന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസത്തിലേക്ക് ഈ സമൂഹത്തെ നയിച്ചു കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. ഏതാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്? ആ ഏകദൈവ വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു സർവ്വ പ്രവാചകന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. റിബഈ ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു സഹാബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി, റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് റിബഈ ഇബ്നു ആമിർ എന്ന് പറയുന്ന സഹാബി കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം തന്റെ കുതിരയെ റുസ്തമിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള ആ ഒരു തൂണിൽ കെട്ടിയിട്ട് നെഞ്ചി വിരിച്ചുകൊണ്ട് റുസ്തമിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു. റുസ്തമിന് ഇങ്ങനെയുള്ള ഒരു വരവ് പരിചയമില്ല. ആര് വരികയാണെങ്കിലും തന്നെ ഒന്ന് വണങ്ങിയിട്ട് വരുന്നതാണ് റുസ്തമിന് പരിചയം. പക്ഷേ റിബഈ ഇബ്നു ആമിർ തയ്യാറാകുന്നില്ല. നേരെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. റുസ്തം ചോദിച്ചു, അല്ല, എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ഡ്യൂട്ടി? എന്താണ്? നബി ഇബ്നു ആമിർ പറഞ്ഞു, അല്ലാഹു ബുത്താസന أن يخرج من يشاء من عبادة العباد إلى عبادة الله وحده. ഞങ്ങളെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയുമോ? അല്ലാഹു ബുത്താസന, അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു ലിയുഖ്രിജ മൻ യശാഉ, ഉദ്ദേശിക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ, അടിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യത്തിലേക്ക്, വമിൻ ജൗരിൽ അദിയാനി ഇലാ സാത്തിൽ ഇസ്ലാം,
അതേപോലെ തന്നെ മതത്തിന്റെ വികലമായ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ആ വിശാലമായ ഇസ്ലാമിന്റെ പ്രതലത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നു. അതേ ഉത്തരവാദിത്വമായിരുന്നു കേരളത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളും പ്രഥമമായി സ്വീകരിച്ചിരുന്ന മാർഗം. പക്ഷേ ആ രംഗത്ത് എവിടെയായിരുന്നോ കേരളത്തിലെ സമൂഹം ഉണ്ടായിരുന്നത്, അതേ അവസ്ഥയിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ഭാഗം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ തന്നെ എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി ഉചിതമായിരിക്കുന്നത്, അതിനേക്കാൾ അല്പം കൂടി ഭയാനകരമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളം നിൽക്കുന്നത്. ചരിത്രം പഠിച്ചിട്ടുള്ള പല പ്രഭാഷണങ്ങളും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ ഏതാണ്ട് കൊട്ടപ്പുറം വാദപ്രതിവാദം നടക്കുന്നത് വരെ ഇസ്ലാഹി പണ്ഡിതന്മാർ കേരളത്തിലുള്ള ഓരോ പുരോഹിതന്മാരോട് ചോദിച്ചു, അല്ല സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്ത ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ബദരീങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഉഹദീങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ മരിച്ചുപോയ മഹാന്മാരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു തെളിവ് ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് അവരാരും തന്നെ ഉദ്ധരിക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ആളുകൾ പറഞ്ഞിരുന്നതും, അല്ല ഞങ്ങൾ സുന്നികളായ ആളുകൾക്ക് അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു വാദം തന്നെ ഞങ്ങൾക്കില്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു വാദം പോലും ഞങ്ങൾക്കില്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. റഷീദ് മുസ്ലിയാർ ഇറക്കിയിട്ടുള്ള അൽ ഖൗലുസ് സദീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് ആ വിഷയം ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. ആ കാലഘട്ടത്തിൽ അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ പോലും തങ്ങളുടെ അനുയായികളോട് പഠിപ്പിച്ചിരുന്നത് അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു വാദം നമുക്കില്ല എന്നായിരുന്നു പഠിപ്പിച്ചിരുന്നത്. മാത്രമല്ല, അതേ ആശയം മറ്റൊരു സ്ഥലത്ത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്: അല്ലാഹുവല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല എന്നായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ ചെയ്യുന്നത് ഇസ്തിഗാസയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പദക്കസർത്ത് നടത്തുകയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ചെയ്തിരുന്നത്. എന്നാൽ കാലം മാറി. കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ധരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ ആളുകളെയും ഞെട്ടിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് അതാ അപ്പുറത്ത് നിന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആയത്തോതാൻ തുടങ്ങി. ഫസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക മിൻ റുസുലിനാ, നിങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കുക എന്ന സൂറത്തുൽ സുഹ്റൂഫിലെ ആയത്തോതിക്കൊണ്ട് ആദ്യമായി അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിനുള്ള ആയത്ത് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ കേൾക്കുവാനിട വന്നു. അദ്ദേഹം ആ കൊട്ടപ്പുറം വാദപ്രതിവാദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാഹുവല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നതിന് ആയത്തോതി കൊടുത്തു കാന്തപുരം എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ അല്ലാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നിടത്തേക്കെത്തി. മാത്രമല്ല, നമുക്കിന്ന് വളരെ സുപരിചിതമായി നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ശിഥിലതന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോടുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഉത്തരം: വഹീദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അല്ലാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവരല്ല, അതുകൊണ്ട് ആ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കേണ്ടതില്ല എന്നല്ല മറുപടി. മറിച്ച് അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും അതിന് ധാരാളം തെളിവുകളുണ്ട് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ അല്പം കൂടി കടന്നുകൊണ്ട് നുസ്രത്തുൽ അനാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അത് ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ?
അഥവാ ഞങ്ങൾ അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് എന്ന് ഇവർ വരമൊഴിയിലൂടെ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ നാടുകളിൽ വളരെ സുലഭമായ നിലക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്ക് നേരെ പ്രവാചകരെ രക്ഷിക്കണേ, പ്രവാചകരെ സഹായിക്കണേ, പ്രവാചകരെ ഞങ്ങളുടെ രോഗത്തിന് ശമനം നൽകണേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്ക് നേരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് വിശ്വാസരംഗത്ത്, ഏകദൈവ വിശ്വാസരംഗത്ത് ഇന്ന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അപകടകരമായ ഒരവസ്ഥയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലുള്ള എല്ലാ ആയത്തുകളും അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്ന നിലക്കാണ് ഇന്ന് ഉദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സീസണുകളിലും ഓരോ വാദപ്രതിവാദങ്ങൾ കഴിയുമ്പോഴും ഓരോ ഖണ്ഡന പ്രസംഗങ്ങൾ കഴിയുമ്പോഴും അടുത്ത പ്രസംഗത്തിൽ പുതിയ ആയത്തുമായിട്ട് പണ്ഡിതന്മാർ കടന്നു വരുന്ന ഒരു രംഗമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഇസ്ലാഹി പ്രസ്ഥാനം തീർച്ചയായിട്ടും പ്രസക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ പുനരുദ്ധരിക്കുക എന്നുള്ള ഡ്യൂട്ടി ഇനിയും വളരെ കൃത്യമായ നിലക്ക് തന്നെ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. കാരണം മുമ്പൊക്കെ നമ്മൾ കേട്ടിരുന്നത് കേരളത്തിന് പുറത്ത് ഈ സുന്നികളോടുള്ള അതേ ആദർശ പ്രതിബദ്ധത പുലർത്തുന്ന ബറേൽവികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ ആളുകള് ഖബറിന്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞപ്പോ തലയിൽ കൈവച്ച ആളുകളായിരുന്നു നമ്മൾ. ഇന്ന് പക്ഷേ കേരളത്തിന്റെ അകത്ത് പോലും ആ രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. തങ്ങന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും അതേപോലെ തന്നെ അന്യസ്ത്രീകളെ ചുംബിക്കുന്ന തങ്ങന്മാരെയും മരങ്ങളോടും കല്ലുകളോടും പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെയാണ് ഈ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇനി സുന്നത്തിന്റെ വിഷയങ്ങളിലും സൂചിപ്പിച്ചുവല്ലോ. 1920കളിലൊക്കെ സുന്നത്തിന്റെ രംഗത്ത് പ്രവാചകന്റെ ചര്യ എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ ആളുകൾ തയ്യാറായിരുന്നില്ല. മറിച്ച് എന്താണോ തങ്ങൾ കാരണവന്മാരായിട്ട് ഞങ്ങൾക്ക് ദീനായിട്ട് എന്തൊക്കെയാണോ ലഭിച്ചിട്ടുള്ളത് അതാണ് ഞങ്ങൾ ദീനായി മനസ്സിലാക്കുന്നത്, അതനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധനാ കർമ്മങ്ങളും മറ്റുമൊക്കെ മൗലൂദുകളിലും റാത്തീബുകളിലും അതേപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇവിടെ ഫൈസൽ മുസ്ലിയാർ അത് വിശദമായ നിലക്ക് വിശദീകരിക്കുമെങ്കിലും നബിദിനത്തിന്റെ കാര്യങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് കുട്ടി നബിയെ ഉണ്ടാക്കിയിട്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് പോലെ, ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ ഉണ്ണി നബിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മൗലീദ് ആഘോഷിക്കുന്നിടത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എത്തിയിരിക്കുന്നു. ഇന്ന് ഏരിയ തലങ്ങൾ തിരിച്ചുകൊണ്ടും ജില്ലാ തലങ്ങളിലുമൊക്കെ മൗലൂദ് സദസ്സുകളും മീലാദ് ക്യാമ്പയിനുകളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ ചിന്തിക്കുക ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എത്രമാത്രമുണ്ട് എന്ന്. അതേപോലെ തന്നെ 1940കളിൽ കേരളത്തിൽ മുളപൊട്ടി വന്നിട്ടുള്ള മറ്റൊരാദർശമായിരുന്നു മൗദൂദി സാഹിബിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്ന് പറയുന്നത് നമ്മൾക്ക് ആരോടെങ്കിലും പ്രത്യേകമായ വിരോധമോ വിധേയത്വമോ ഇല്ല. പക്ഷേ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലേക്ക് കടന്നു വന്നു. പേരുകൊണ്ട് അതിൽ ഇസ്ലാമുണ്ട് എങ്കിലും അത് യഥാർത്ഥത്തിൽ ഒരു മതസംഘടനയായിരുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യദർശിയായിട്ടുള്ള ഡോക്ടർ നജാത്തുള്ള സിദ്ദീഖ് തന്നെ ആ കാര്യം വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. 1941 ആഗസ്റ്റിൽ ജമാഅത്തിന്റെ രൂപീകരണത്തിന് വഴിവെച്ച അടിസ്ഥാനാശയങ്ങൾ 30കളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവികളെ കുറിച്ച് നടന്ന വ്യാപകമായ ചർച്ചയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ഒരു മതസംഘടനയാണ് എങ്കിൽ 1930കളിലെ രാഷ്ട്രീയ ചർച്ചയുടെ ഫലമായിട്ടായിരിക്കുമോ ഉണ്ടാവുക? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മതസംഘടനയായിരുന്നില്ല. മാത്രമല്ല മൗദൂദി സാഹിബ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, പ്രവാചകന്മാരുടെ കാലശേഷം പണ്ഡിതന്മാർക്ക് ഈ സമൂഹത്തിൽ ചെയ്യാനുള്ളത് ഇസ്ലാഹാണ്, അഥവാ പരിഷ്കരണം നടത്തലാണ്. എന്നാൽ മൗദൂദി സാഹിബ് പറയുന്നത് നോക്കുക, ഞാനൊരു പരിഷ്കരണവാദിയല്ല, അഥവാ ഞാൻ ഇസ്ലാഹ് നടത്താൻ വന്നവനല്ല. നിനക്ക്
വിളക്കുമണി കൊണ്ട് മതിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. മറിച്ച് പ്രത്യുത പുനർനിർമ്മാണവാദി അത്രേ. അന്ത്യപ്രവാചകനിലൂടെ, പ്രവാചകന്റെ സഹാബത്തിലൂടെ, താബികളിലൂടെ കൈമാറി വന്നിട്ടുള്ള ഈ ഇസ്ലാം ദീനിനെ യഥാർത്ഥത്തിൽ പൊളിച്ചു പണിയുകയായിരുന്നു മൗദൂദി സാഹിബ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ നമുക്ക് സമയമില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചും യുക്തിക്കനുസരിച്ചും വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ ഒരു ആദർശ കൂട്ടായ്മ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമിന്റെ പ്രത്യേകമായിട്ട് പ്രവാചകന്റെ സുന്നത്തിനോടോ ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസത്തോടോ യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണമാറ്റമാണ് ഈ കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. അതേപോലെ തന്നെ പ്രവാചകന്റെ സുന്നത്തിനോട് യാതൊരു തരത്തിലുള്ള താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല. മറിച്ച് പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ തരം കിട്ടുമ്പോഴൊക്കെ പരിഹസിക്കാനായിരുന്നു ആ ആളുകൾ ശ്രമിച്ചിരുന്നത്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. പ്രവാചകന്റെ കൽപ്പനയനുസരിച്ച് താടി വളർത്തുകയും അതോടൊപ്പം തന്നെ തങ്ങളുടെ വസ്ത്രം നിര്യാണിക്ക് മേലെ ധരിക്കുകയും ചെയ്യുന്ന സലഫി ആദർശം ഉൾക്കൊള്ളുന്ന, യഥാർത്ഥ ഇസ്ലാഹിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന ആളുകളെ കുറിച്ച് ഇവർ പറഞ്ഞിരുന്നത് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും ദന്തനിരകളിൽ സദാ വിരാജിക്കുന്ന അറാക്കിന്റെ കൊള്ളിയും അതേപോലെ തന്നെ ബാർബറുടെ കരങ്ങൾ ഒരിക്കലും തലോടിയിട്ടില്ലാത്ത താടിയും ഈ സലഫി മുസദ്ദിദുകളെ വേർതിരിച്ചു നിർത്തുന്നു എന്നായിരുന്നു. പ്രവാചകന്റെ 4ഓളം സുന്നത്തുകളെ ഒരൊറ്റ വാചകത്തിലൂടെ തള്ളിക്കളയുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നും ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അത് യഥാർത്ഥ ഖുർആനല്ല എന്നും പരസ്യമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഖുമൈനിയെ പോലെയുള്ള ആളുകളെ ആയത്തുള്ള റൂഹുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ സംരക്ഷകരും യഥാർത്ഥ ഇസ്ലാമിക വിപ്ലവം നടത്തുന്നവരും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളെ, ഇസ്ലാമിന്റെ വിപ്ലവ രംഗത്തേക്ക് കൊണ്ടുവന്ന ആളുകളായിരുന്നു ഇവർ. മാത്രമല്ല, ഏത് രംഗങ്ങളിലായി കഴിഞ്ഞാലും ശരി ഈ ഇസ്ലാമിന്റെ ആദർശങ്ങൾക്കപ്പുറത്തേക്ക് ഭരണം നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളെയും, നമസ്കാരത്തെയും ഹജ്ജിനെയും തുടങ്ങി എല്ലാ കാര്യങ്ങളെയും ഭരണം നേടാനുള്ള ഒരു വഴിയായിട്ട് പഠിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പ്രവാചകന്റെ ഇസ്ലാമി റാജ് പോലും നമ്മുടെ നാട്ടിൽ അച്യുതാനന്ദൻ മൻമോഹൻ സിംഗ് അച്യുതാനന്ദനെ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിക്കുന്നത് പോലെ ഈ ലോകത്ത് നടപ്പിലാക്കാനുള്ള ഒരു മാനിഫെസ്റ്റോ നൽകാൻ വേണ്ടി പ്രവാചകനെ പടച്ച തമ്പുരാൻ വിളിപ്പിച്ചതാണ് എന്നിവരെ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ പ്രവാചകന്റെ അനുയായികളെ പ്രവാചകൻ പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ അനുചരന്മാരെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന്. പക്ഷേ അദ്ദേഹത്തെ ഈ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കളുടെ ആദർശം ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രവാചകന്റെ സഹാബികളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെയും ജാഹിലിയത്തിന്റെയും ഇടയിൽ ഇടക്കണ്ണിയായിരുന്നു എന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഹദീസ് ഒന്നിന് കമ്മീഷൻ പറ്റിയിരുന്ന ആളുകളാണെന്നുമൊക്കെ പച്ച മലയാളത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഈ ആളുകൾ മാറിത്തീർന്നു. മാത്രമല്ല, ഈ ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തിൽ ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ല എന്നിവരെ പറയുന്നിടത്തേക്കെത്തി. ആ ആളുകളോട് നമ്മൾ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഇതൊന്നും ഇസ്ലാമല്ല, നിങ്ങൾ ഈ പറയുന്നതൊന്നും ഇസ്ലാമല്ല, അതൊക്കെ മൗദൂദിസമാണ്, ഇസ്ലാമിസത്തിൽ അതൊന്നുമില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കെതിരെ ചീറിയടിച്ചിരുന്ന ആളുകൾ, നിങ്ങൾ കാലം തിരിയാത്തവരാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പയ്യെ പയ്യെ നമ്മുടെ ആദർശത്തിലേക്ക് കടന്നു വന്നു. ഗവൺമെന്റ് ജോലി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. താവൂത്തിന്റെ കോടതിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ക്രിമിനൽ നടപ്പാക്കുന്നതിന് വേണ്ടി നിയമമുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്ന രംഗം നമുക്ക് കാണേണ്ടി വരുന്നു. അതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ സീറ്റുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഏറ്റവും നന്നായി അംഗീകരിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്നിടത്തേക്ക് ഈ ആളുകൾ
ആളുകളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷേ അവിടെയും ഒന്ന് ബാക്കി നിൽക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കൂട്ടരോട് നമ്മൾ പറഞ്ഞു, സുഹൃത്തുക്കളെ, കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിലുള്ള 90% വരുന്ന മുസ്ലിങ്ങൾ ഇതാ മക്ബറകളിലാണ്, ജാറങ്ങളിലാണ്, അവരെ ഒന്ന് തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവര് പറയുന്നു, അല്ല, ഞങ്ങൾക്ക് പ്രശ്നം, ഞങ്ങൾക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. കരിമണൽ ഖനനം നടക്കുന്നുണ്ട് ഇവിടെ, എക്സ്പ്രസ് ഹൈവേ വരാൻ പോകുന്നു ഇവിടെ, അതേപോലെ തന്നെ പെപ്സിയും കോളയും വരാൻ പോകുന്നു, അതിനെതിരെയാണ് ഞങ്ങളുടെ യുദ്ധം, അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ അവരോട് പറഞ്ഞു, അല്ല, അത് ശരിയല്ല. നിങ്ങൾ ആ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ ഉപരി നമ്മൾ ആദ്യമായി പ്രവർത്തിക്കേണ്ടത് ഈ പടച്ചതമ്പുരാന്റെ ദീനിനെ കൃത്യമായി ഇവിടെ നിലനിർത്താനാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അവരുടെ പ്രവർത്തനത്തിനിടയിലും നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അവർ ഏറ്റെടുത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. ഇതേ രീതിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ ഇടയിൽ കയറി വന്നിട്ടുള്ള മറ്റൊരു ചിന്താഗതിയായിരുന്നു ചേകനൂരിസം. വിശുദ്ധ ഖുർആൻ മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന അപകടകരമായ അവസ്ഥയിലേക്ക് ചേകനൂർ എത്തിച്ചേർന്നത് തുടക്കത്തിൽ ചെറിയ ചെറിയ ഹദീസുകളെ, ചെറിയ ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് ഹദീസുകളെ തട്ടിക്കൊണ്ടായിരുന്നു. അദ്ദേഹത്തോടും നമ്മൾ പറഞ്ഞു, ഇത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഖുർആൻ പറയുന്നത് നിങ്ങൾ പ്രവാചകന്റെ ചര്യ പിൻപറ്റണമെന്നാണ്, പക്ഷേ ചേകനൂർ പറയുന്നു ഖുർആൻ മാത്രം പിൻപറ്റിയാൽ മതി എന്ന്. അദ്ദേഹത്തിന്റെ ആദർശം കൊണ്ട് നേരിട്ട ഏക പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ആ ചേകനൂരിന്റെ ചില പ്രേതങ്ങൾ ഇന്നും കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ഓരിയിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദുഃഖത്തോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചേകനൂർ എവിടെ നിന്നാണോ തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ തുടങ്ങിക്കൊണ്ട് ഒരു പുതിയ ചേകനൂരാകാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ തങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുമെങ്കിൽ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുകയും, അതേപോലെ തന്നെ ബുഖാരിയിലൊക്കെയുള്ള 60ഓളം ഹദീസുകൾ ഞാൻ തള്ളിയിട്ടുണ്ട്, എന്നിട്ട് കേരളത്തിലുള്ള മുജാഹിദുകൾക്ക് ഏത് സുന്നത്താണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചോദിക്കുന്ന ദാക്ഷ്യത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രവാചകന്റെ ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആദർശങ്ങളെ അത് തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട്. ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറയേണ്ടതുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് സംരക്ഷണം തേടുന്നു, എന്ന് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പറഞ്ഞു. പക്ഷേ ഈ അഭിനവ ചേകനൂരികൾക്ക് അത് മനസ്സിലാകുന്നില്ല. എന്താണ് ഹബീസും ഖുബുസും ഖബായിസും? അത് ആൺകൊതുകും പെൺകൊതുകുമാണ്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ അല്ലാഹുവേ ആൺകൊതുകിൽ നിന്നും പെൺകൊതുകിൽ നിന്നും ഞങ്ങളിതാ നിന്നോട് സംരക്ഷണം തേടുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്ന ആളുകൾ, ബുഖാരിയിലുള്ള ഹദീസുകൾ ലൈഫായ ഹദീസുകളുണ്ട് എന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത ആളുകൾ, വിശുദ്ധ ഖുർആനിന് ശേഷം സഹീഹായ ലോകത്തെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്ന ബുഖാരി, ആ ബുഖാരിയിൽ ലൈഫായ ഹദീസുകളില്ല എന്നത് പണ്ഡിത ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ തങ്ങളുടെ ചില നിഗൂഢമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അത്തരം ഹദീസുകളെയും അതിലൂടെ ആയത്തുകളെയും നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ നിന്നും അല്പം കൂടി മുന്നോട്ട് വന്നപ്പോൾ ചേകനൂരിന്റെ കാലഘട്ടത്തോടുകൂടി തന്നെ മറ്റൊരു ചിന്താഗതി കൂടി കടന്നു വന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ പോലും സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തു വെച്ച് തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ. ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫീലിലൂടെ ഒരു സംഭവം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. കഅബ തകർക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആനക്കാരായിട്ട് അബ്രഹത്തിന്റെയും പട്ടാളത്തെയും പടച്ചതമ്പുരാൻ നശിപ്പിച്ച ഒരു രീതി, പക്ഷികളുടെ കാലുകളിലും കൊക്കിലുമായി കൊണ്ട് കല്ലുകൾ കൊണ്ട് പറഞ്ഞയക്കുകയും ആ കല്ലുകളിട്ടുകൊണ്ട് തകർക്കുകയും ചെയ്ത ഒരു സംഭവം പറയുന്നുണ്ട്. ആ സംഭവം വായിച്ചപ്പോ CNN തോന്നി അതെങ്ങനെയാണ് ശരിയാവുക? പക്ഷികൾ കല്ലുമായി വന്നിട്ട് ഒരു സമൂഹം നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കുക? അദ്ദേഹം പറഞ്ഞു അത് ശരിയല്ല. കഅബയുടെ തൊട്ടടുത്തുള്ള മലമുകളിലേക്ക് ഖുറൈശികൾ കയറി ചെല്ലുകയും അവിടെ നിന്ന് വലിയ വലിയ കല്ലുകൾ ഉരുട്ടി താഴേക്കിടുകയും തൽഫലമായി അവർ മരണപ്പെട്ടു പോവുകയുമാണ് ചെയ്തത്. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു.
സുലൈമാൻ നബിയോട് ഉറുമ്പ് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അത് അംഗീകരിക്കാൻ കഴിയില്ല, നംലത്തി എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല, നംലി ഗോത്രക്കാരിയായ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു, ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഈ പ്രവാചക ചര്യയുണ്ടല്ലോ, അത് CNA നിങ്ങൾക്കും നമ്മൾക്കും എന്നല്ലോ ഇറങ്ങിയിട്ടുള്ളത്. അതിറങ്ങിയിട്ടുള്ളത് പ്രവാചകനാണ്. പ്രവാചകൻ അത് പഠിപ്പിച്ചത് പ്രവാചകന്റെ സഹാബികൾക്കാണ്. അവരാരും മനസ്സിലാക്കാത്ത ഒരു കാര്യം ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അദ്ദേഹത്തെയും തിരുത്തുവാനും അദ്ദേഹത്തിന്റെ ആദർശത്തിന് പച്ചപിടിക്കാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിന്റെ മണ്ണ് പാകപ്പെടുത്തിയെടുക്കുവാനും നമുക്ക് സാധിച്ചു. പിന്നെയും മുന്നോട്ട് പോയി കേരളത്തിലുടനീളം ഈ ഒരു ആദർശത്തിനു വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തുകയും ഈ കേരളത്തിലുള്ള ശിർക്കുകളിലും വിദ്യാർത്ഥികളിലും കുമിഞ്ഞുകൂടി കിടന്നിരുന്ന ശിർക്കുകളിലും വിദ്യാർത്ഥികളിലും മുഴുകിക്കിടന്നിരുന്ന ഒരുപാട് ആളുകളെ ഈ സത്യസന്ദേശത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ള ചില ആളുകൾ കാലം കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി, എന്താണിത്, എവിടെയായാലും തൗഹീദ്, പഠന ക്ലാസ്സിൽ തൗഹീദ്, കുടുംബസംഗമത്തിൽ തൗഹീദ്, ലഘുലേഖയിലും തൗഹീദ്, മാസികയിലും തൗഹീദ്, മിമ്പറുകളിലും തൗഹീദ്, എവിടെ നോക്കിയാലും തൗഹീദ്. ആളുകൾക്കൊക്കെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്പം ഇതൊന്ന് നിർത്തിവെക്കാം. നമ്മൾ അവരോട് പറഞ്ഞു, കുട്ടികളെ സമയമായിട്ടില്ല. കേരളത്തിൽ പ്രത്യേകമായ സാഹചര്യത്തിൽ അഭിനവ ശിർക്കുകൾ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ വിദ്യാർത്ഥികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ വിദ്യാർത്ഥികളെയും ആ ശിർക്കുകളെയും എതിർക്കുക എന്നുള്ള നമ്മുടെ ബാധ്യതയാണ്. ആര് പറഞ്ഞു ശരിയാണ്, പക്ഷേ അവരെ എതിർക്കുമ്പോൾ അവർക്ക് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് നമുക്കിനി ദാവത്തിന് പോകുമ്പോൾ 1 കിലോ പഞ്ചസാരയും 2 കിലോ അരിയും അല്പം പച്ചക്കറിയും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആളുകളെ മാനസികമായും നടിപ്പിച്ചതിന് ശേഷമുള്ള ഒരു ദാവത്താണ് നമുക്ക് നല്ലത്. പ്രവർത്തനങ്ങൾ ദാവത്തിന് മുമ്പാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കടന്നു വന്നു. പ്രബോധന പ്രവർത്തന രംഗത്തു സജീവമായി നിൽക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച്, സ്പാനിഷ് കാളകളെന്നും അവരുടെ പ്രഭാഷണങ്ങളെ കുറിച്ച് പൂരത്തെറി പാട്ടുകളെന്നും പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നിടത്തേക്ക് ഈ ആളുകൾ കടന്നു വന്നു. നമ്മൾ അവരോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, നമുക്കൊരു രീതിയുണ്ട്. പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ, പ്രമാണങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് കൃത്യമായ ഒരു വഴിയുണ്ട്. ആ സലഫി മൻഹജ് അംഗീകരിച്ചുകൊണ്ട് പ്രമാണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതെന്ന് ആ ആളുകളോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുകയും തങ്ങളുടെ കയ്യിലുള്ള ഭൗതികമായ ഈ സമ്പത്തിന്റെയും അതേപോലെയുള്ള ചില സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ നെടുകെ പുലർത്തിക്കൊണ്ട് ആ വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു പോയി എന്ന് മാത്രമല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ദഅവത്ത് നടത്തപ്പെട്ട വിഭാഗം കേരളത്തിൽ അവരാണോ എന്ന് സംശയിക്കപ്പെടാവുന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറിപ്പോയിരിക്കുന്നു. ആ ദൈവങ്ങളെ കുറിച്ച് ഫീച്ചറുകൾ ഇറക്കിക്കൊണ്ടും ഒരു കുടുംബത്തിലുള്ള ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് വായിക്കാൻ സാധിക്കാത്ത മാസികകൾ ഇറക്കിക്കൊണ്ടും അതേപോലെ തന്നെ സലഫി ഫെസ്റ്റുകൾ പോലെയുള്ള ചില പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തെയും അതിന്റെ വാക്താക്കളെയും സമൂഹത്തിന് മുമ്പിൽ പരിഹസിക്കുവാനുള്ള നീതമായ പ്രവർത്തനങ്ങളുമായി ഈ ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരോടും വളരെ നല്ല നിലയിൽ നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്, ഒരേ ആദർശത്തിന് വേണ്ടി മുന്നോട്ട് പോയിരുന്ന ആളുകളാണ്. എവിടെ വെച്ചാണോ നിങ്ങൾ വേർതിരിഞ്ഞു പോയത് അവിടേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ഈ ഇസ്ലാഹിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ കേരളത്തിന്റെ ഭൂമി ഇപ്പോഴും വളരെ പാകപ്പെട്ട് കിടക്കുകയാണ്. നമ്മളതൊന്ന് ഉപയോഗപ്പെടുത്തണം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കണ്ണോടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ എവിടെയും എത്തിയിട്ടില്ല. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുള്ള ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തിയാൽ 80% സ്ഥലങ്ങളും ഈ സന്ദേശം എത്താത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിന് കാരണക്കാരായിട്ടുള്ള വക്കം മൗലവിയുടെയും ഹമദാനി തങ്ങളുടെയും ഒക്കെ നാട്ടിൽ ഇന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് 5% പോലും വളർച്ച നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി മലബാറിൽ നിന്ന് മാറിയിട്ട് തെക്കും വടക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഇടയിൽ കടന്നു വന്നിട്ടുള്ള ഒരൊറ്റ വിഷയം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ വന്നപ്പോ പുതിയൊരു ചിന്താഗതി കൂടി കടന്നു വന്നു. അതെന്താണെന്നറിയുമോ?
കേരളത്തിൽ മുജാഹിദുകളുണ്ട്, സുന്നികളുണ്ട്, തബ്ലീഗുകാരുണ്ട്, ജമാഅത്തുകാരുണ്ട്, അങ്ങനെ പലരുണ്ട്. അതൊന്നും ആവശ്യമില്ല, സംഘടന എന്ന സാധനം തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കടന്നു വന്നു. വിഷയം വിശദീകരിക്കാൻ സമയമില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കപ്പെട്ട ഈ ദീനുണ്ടല്ലോ, ആ ദീനിന്റെ ഏത് രംഗങ്ങളിലും ഒരു സംഘടിത സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നു. സംഘടിതമായ രീതിയിലാണ് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തേണ്ടത് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അതേ സംഘടിതമായ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് ഈ ദഅവത്തിനെ വിജയിപ്പിക്കുവാൻ സാധിക്കുക എന്നത് പ്രമാണങ്ങളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ ചിന്താഗതിയെയും വെച്ചുപുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇസ്ലാഹ് നടത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ ശരി, ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഫാസിസ്റ്റുകൾ മുസ്ലിങ്ങളുടെ തലയ്ക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാ സമൂഹമേ, നിങ്ങളുടെ പ്രതിരോധത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം വരിക എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് ഡിഫൻസും പുറത്ത് സംസ്കാരവുമായി നടക്കുന്ന ചില ആളുകളുണ്ട്. അത് നാഷണൽ ഡിഫൻസ് ഫ്രണ്ട് ആയാലും ശരി, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആയാലും ശരി, NDF എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളെ തീവ്രതയിലേക്കും ഭീകരവാദത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഇസ്ലാമിന്റെ പേരിലാണ് എന്നായിരുന്നു. ഹന്തും സലാത്തും തുടങ്ങിയിട്ടാണ് പരിപാടി നടക്കുന്നത്. പ്രകടനമോ ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉഹദിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? മതത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല. ശരി സഹോദരങ്ങളെ, എങ്കിൽ എന്തിനാണ് ഈ പാവപ്പെട്ട സമൂഹത്തെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നിങ്ങൾ കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യങ്ങളുണ്ടായിരിക്കാം, പക്ഷേ ഈ പാവപ്പെട്ട സമൂഹത്തെ നിങ്ങൾ വെറുതെ വിടുക. അത്തരത്തിലുള്ള ആളുകൾക്ക് മുമ്പിലും ദഅവത്തുമായി കടന്നു ചെല്ലാനുള്ള ബാധ്യതയും അർഹതയും ഉള്ളത് നമുക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. പടച്ച തമ്പുരാൻ ഈ ഇസ്ലാഹിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊള്ളാൻ സാധിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തന രംഗത്ത് എന്ത് പ്രതിസന്ധികളുണ്ടായാലും ശരി, പിടിച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് നമ്മുടെ പണ്ഡിതന്മാർക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നതിന്റെ പേരിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സലീം അഹമ്മദാനിയെ പോലെയുള്ള ഫൈസൽ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളൊക്കെ പ്രബോധന രംഗത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഒരു പ്രബോധന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സഹോദരൻ പറഞ്ഞിട്ടുള്ളത് പോലെ തമാശയാണ് എങ്കിലും തെക്കൻ ജില്ലയിലെ അങ്ങാടിയിലൂടെ ഒരാൾക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ല. കാരണം എപ്പോഴാണ് അടിവന്ന് വീഴുക എന്ന് പറയാൻ പറ്റില്ല എന്ന ഒരവസ്ഥയാണ് ഇന്ന് ദഅവത്ത് രംഗത്ത് നമ്മുടെ പണ്ഡിതന്മാർക്കുള്ളത്. ആ പണ്ഡിതന്മാർക്ക് സ്ഥൈര്യവും ധൈര്യവും നൽകാൻ നമ്മൾ പ്രാർത്ഥിക്കുക. പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.